കേരളത്തിൽ ഈ CAA ബന്ധപ്പെട്ട് കേരളത്തിലെ മേജർ പൊളിറ്റിക്കൽ പാർട്ടി കോൺഗ്രസ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും വലിയ വാദമുഖങ്ങളാണ് ഉയർത്തുന്നത്. അവർ കുറ്റം പറയുന്നത് അവർ കേസ് കൊടുക്കാൻ പോകുന്നു, നിയമപരമായി നേരിടാൻ പോകുന്നു, പ്രക്ഷോഭം നടത്താൻ പോകുന്നു, നടത്തില്ല എന്ന് പറയുന്നു. ഒരു കാര്യം വളരെ ഞാൻ കൃത്യമായിട്ട്, അതായത് എന്നെ കേൾക്കുന്ന നിങ്ങളോടുകൂടി പറയുകയാണ്. എനിക്കറിയാവുന്ന ചില ഫാക്ടേഴ്സ്, നേരിട്ടറിയാവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇപ്പോൾ കേരളത്തിൽ നിന്ന് 2019 പേരാണ് UDF ഭാഗത്ത് നിന്നും ഇന്ത്യൻ പാർലമെൻറ്റ് ലോക്സഭയിൽ അംഗങ്ങളായിപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. അപ്പം കോൺഗ്രസിൻ്റെ പല നേതാക്കളും CAA ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ടാണ് ആക്രോശിച്ച് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവരൊക്കെ അതായത് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ബഹുഭൂരിപക്ഷം പേരും ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കൾ, UDFൻ്റെ ആൾക്കാരുമൊക്കെ. ഞാൻ എൻ്റെ ലെഫ്റ്റിനെ കൂട്ടുന്നില്ല, അവർക്കൊരു അംഗമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറയാനും ഒന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രൊസീഡിങ്സ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന പല കാര്യങ്ങളാണ്. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡൽഹി ജേർണലിസമായിട്ട്. അപ്പോൾ ഈ പ്രൊസീഡിങ്സിനകത്ത് ഒരു ബില്ല് പാർലമെൻറ്റിൽ വരുന്നു. അപ്പോൾ ഈ ബില്ല് പാർലമെൻറ്റിൽ വരുന്നതിന് 1-2 മാസങ്ങൾക്ക് മുമ്പ് മാൻഡേറ്ററിയാണ്. ആ ബില്ലിൻ്റെ പറ്റിയുള്ള സംഭവങ്ങളെല്ലാം ഈ പാർലമെൻ്ററി മെമ്പേഴ്സിന്, അതായത് പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് സ്റ്റാൻഡിംഗ്. അപ്പം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്നായിരുന്നു കോൺഗ്രസിൻ്റെ MP ഉണ്ടായതിൻ്റെ പേരിൽ അധികം പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കേരളത്തിലുള്ള മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് കോൺഗ്രസിൽ നിന്നാണെങ്കിലും UDFയിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന് ബില്ല് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് മറ്റൊരു കമ്മിറ്റിയുണ്ട്, പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി. അവിടെ ഡിസ്കഷൻ നടക്കും. ആ ഡിസ്കഷൻ കഴിഞ്ഞ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി വരും. അതിനുശേഷം അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഫോം. അവതരിപ്പിച്ച ശേഷവും ഈ ബില്ല് വീണ്ടും പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പോവുക. അതിനിടയ്ക്ക് അഡ്വൈസറി കമ്മിറ്റി, ഒബ്സർവേഷൻ കമ്മിറ്റി, ഒത്തിരി കമ്മിറ്റികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന് ബില്ലങ്ങ് അവതരിപ്പിക്കുകയല്ല. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ അനക്സിൽ അവിടെ റിസർച്ചിലും അവിടെ ലൈബ്രറിയിലും അവിടെ ജോലി ചെയ്യുന്നു എനിക്കറിയാവുന്ന സുഹൃത്തുക്കളായാലും കുറച്ച് പേര് മലയാളികളുമുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ഈ CAA പ്രൊട്ടസ്റ്റ് സമയത്ത് ചോദിച്ചു, ഈ കേരളത്തിൽ നിന്നുള്ള എത്ര MP-മാർ ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലുണ്ട്, പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്. ഈ കമ്മിറ്റികളിൽ ഈ പറയുന്ന ബില്ലിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ചില അവിടെയുള്ള സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ് എന്നോട് പറഞ്ഞത്, കേരളത്തിൽ നിന്ന് പോകുന്ന പാർലമെൻറ്റേറിയൻസ് ഈ ബില്ല് നോക്കാറേയില്ല. ആ വാക്ക് എന്നോട് പറഞ്ഞു. വളരെ സീനിയറായിട്ടുള്ള ആളാണ്. ഞാനിത് ചലഞ്ച് ചെയ്യാം. കാരണം ഇവർക്ക് ഈ ബില്ല് വരുന്നു, ഇവരുടെ MP-മാരുടെ വീടുകളിൽ ഈ ബില്ല്, ഈ പല പല ബില്ലുകൾ വരും. ഇപ്പം എന്തൊക്കെയാണ് അതിന് വേണ്ടി ബിസിനസ് ഹവേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറി വരും. ഇതിങ്ങനെ വീടിൻ്റെ മൂലയ്ക്ക് കെട്ടിവെക്കും. ഒരു 4-5 മാസം കഴിയുമ്പം ഈ പേപ്പറൊക്കെ പഴയ പേപ്പർ വിൽക്കുന്നതിന് ഇത് കൊടുക്കുന്നു. ഇവർ തോക്കാറേ ഇല്ല. ഇത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇവരോട് പറയുക, അവരുടെ ഇതിൻ്റെ മുഴുവൻ ഡാറ്റ ആയിട്ടല്ലോ. ഇവർ CAA ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ പറയുന്ന കമ്മിറ്റികളിൽ എന്താണ് പറഞ്ഞത്? ഇത് പറയാനുണ്ടായ കാരണം, എന്നെ പല ആവർത്തി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കമ്മിറ്റികൾ എന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ പോകും, ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദീകരണം തരാൻ വേണ്ടി. അപ്പം അവിടെയൊക്കെ ഞാൻ പോകുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളൊരു പ്രൊസീഡിങ്സ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ലോയറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് ഈ കമ്മിറ്റിയുടെ മുമ്പിൽ പോയി പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് നമ്മളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും പല കാര്യങ്ങളിലും.
അപ്പോൾ നമ്മളിത് സ്റ്റഡിയായി പഠിച്ച ശേഷമാണ് പോയിട്ട് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു താഴേക്കിടെ ഒരു ജേർണലിസ്റ്റ് മാത്രമാണ്. ഇവർ ലോ മേക്കേഴ്സാണ്, അതായത് ലോ ഉണ്ടാക്കുന്നവരാണ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. ഞാനിത് മലയാളികളായ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഇത് പറയുന്നതിൻ്റെ കാരണം, ഇവർ വീണ്ടും നിങ്ങളെടുത്ത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്കിലും ചോദിച്ചുകൂടായോ? ഈ പറയുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും പല അഡ്വൈസറി കമ്മിറ്റികളിൽ ഈ ബില്ലുകളൊക്കെ വന്നപ്പോൾ ഇവരെന്ത് അഭിപ്രായമാണ് പറഞ്ഞത്? അതെങ്കിലും നിങ്ങൾ ചോദിക്കുക. അല്ല വെറുതെ ബ്ലൈൻഡായിട്ട് വോട്ട് ചെയ്യരുത്. ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയ ഗീർവാണം മുടക്കുന്നുണ്ട്. ഇവർ അത് ചെയ്തു, പാർലമെന്റിൽ ഇത് ഉണ്ടാക്കി, ഇത് ചെയ്തു. ഇതൊക്കെ ചുമ്മാതാണ്. ഇതിനകത്ത് ആകെ 1-2 MP-മാരുടെ പേര് മാത്രമേ എടുക്കാനുള്ളൂ. ഒന്ന് ശശി തരൂരും, ഒന്ന് പ്രേമചന്ദ്രനും. എനിക്ക് ശശിയേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇന്ത്യൻ പാർലമെന്റിലെ പെർഫോമൻസ് ബേസിലും ബില്ല് അവതരിപ്പിക്കുന്ന കണ്ടന്റ് ബേസ്ഡ് പ്രേമേന്ദ്രനാണ്. ബാക്കി കേരളത്തിൽ നിന്ന് പോയ ഒരുത്തനും ഇംഗ്ലീഷ് അറിയത്തില്ല, പരമപ്രധാനം. കാരണം ഇവനിത് ഇംഗ്ലീഷിലേക്ക് അടിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഹിന്ദിയിൽ. ഇത് അവർ പറയുന്ന ഭാഷയിൽ മലയാളം വേണമെങ്കിൽ മലയാളത്തിൽ പോലും ഈ ബില്ല് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. അത്രമാത്രം പണമാണ് ഇന്ത്യൻ പാർലമെന്റ് MP-മാരുടെ കാര്യത്തിന് ചെലവാക്കുന്നത്. ഇത് ഞാൻ പറയുന്ന നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ പറയാനുണ്ടായ കാരണം, ഈ ബില്ല് ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, പാർലമെന്റിന്റെ പ്രൊസീഡിങ്സ് അതുപോലും അറിയാത്തവരാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത്. അവരാണിപ്പോ CA പറ്റി വലിയ ഗീർവാണം മുഴക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാം. ഇതിനകത്ത് ഞാൻ ഈ CPM-നെ ലെഫ്റ്റിനെയും കൂട്ടാതെ അവർക്ക് അവിടെ യാതൊരു സ്വാധീനവും ഇല്ലായിരുന്നു. ആകെ അവർക്ക് കേരളത്തിൽ നിന്ന് ഒരു MP, തമിഴ്നാട്ടിൽ നിന്നൊരു MP. കാരണം ബംഗാളിൽ നിന്ന് അവിടുന്ന് അവർക്ക് MP ഇല്ല, ഒന്നുമല്ല അവര്. അതുകൊണ്ടാണ് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് മേജർ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടായി കേരളത്തിൽ നിന്ന്. അതായത് നമ്മൾ എലക്ട് ചെയ്ത് വിട്ടവരാണ്. അവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾ വോട്ടേഴ്സ് ചോദിക്കാനുള്ള ഒരു ചെറിയ മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കുക. അവർ നിങ്ങളോട് വന്ന് വോട്ട് ചോദിക്കുമ്പോഴും ഈ പാർട്ടിക്കാരോടും നേതാക്കളോടും ചോദ്യം. ഞാനിത് പറയുന്നതിൻ്റെ കാരണം വളരെ വികാരത്തോടു കൂടിയാണ് പറയുന്നത്. കാരണം ഇവന്മാരവിടെ ഒരു കോപ്പും ചെയ്തിട്ടില്ല. അത് എനിക്ക് നേരിട്ടറിയാം. കാരണം ഇവർക്കിതൊന്നും അറിയത്തില്ല. ഇവർക്ക് അവിടെ പാർലമെന്റിൽ നടക്കുന്ന ഡിസ്കഷനും ഡിബേറ്റ് ആണെങ്കിലും പ്രൊസീഡിങ്സ് ആണെങ്കിലും ഇത് അധികവും ഹിന്ദിയിലാണ് പറയുന്നത്, പിന്നെ ഇംഗ്ലീഷും. ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവരൊന്നും ഇത് കേൾക്കുന്ന പോലും ഇല്ല. ഇതായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്ന. നിങ്ങൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഞാൻ ഇൻക്ലൂഡിങ് മുസ്ലിം ലീഗിൽ ഉൾപ്പെടെയാണ് പറയുന്നത്, ഒരു മതപ്രാസംഗികനായ സമദാനി, അയാൾക്ക് എന്താണ് ഇന്ത്യൻ പാർലമെന്റിൽ ചെയ്യാൻ സാധിക്കുന്നത്? 77 വയസ്സുള്ള E.T. മുഹമ്മദ് ബഷീർ ഇവിടുത്തെ മുസ്ലിം ലീഗും മുസ്ലിങ്ങളൊക്കെ വലുതായിട്ട് പൊക്കിക്കൊണ്ട് നടക്കുന്നു. നേരത്തെ പൊക്കിക്കൊണ്ട് നടന്നു. P.K. കുഞ്ഞാലിക്കുട്ടി എന്തോ അവിടെ ചെയ്യാൻ പോകുന്നു. ഇത് ഇന്ത്യൻ പാർലമെന്റിൽ നടക്കത്തൊന്നുമില്ല. അറിയാവുന്ന വസ്തു. കാരണം ഞാനുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂകളും ഇന്ത്യൻ പാർലമെന്റിൽ ഡിസ്കഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സീനിയർ മെമ്പേഴ്സും ഇവരുമായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും പല കാര്യങ്ങളും. കാരണം ഞാനുമായിട്ട് നാരദ സ്റ്റിംഗ് ഓപ്പറേഷൻ, തെഹൽക്ക, അങ്ങനെ പല കേസുകളും ഇന്ത്യൻ പാർലമെന്റിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട്, അപ്പൊ ഈ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഇന്ത്യൻ പാർലമെന്റ് സമൺ ചെയ്യും, പ്രത്യേക നോട്ടീസ് എന്ന് വിളിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത്. കാരണം ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ പാർലമെന്റിൽ വലിയ സീറോയാണ്. കാരണം ഇവനൊന്നും ഈ സാധനം അറിയത്തില്ല. നിങ്ങളോട് വന്നിരുന്ന് ചക്രവർത്തി വർത്താനം പറയുന്ന ഒന്നുമല്ല. ഇവന്മാരൊക്കെ അവിടെ വെറും എലികളാണ്. വെറും ബാഗും തൂക്കി വെച്ചോണ്ട് ഒരു വലിയ സംഭവമായിട്ട് മലയാള പത്രക്കാരുടെ മുമ്പിൽ മാത്രമേ ഇവർക്ക് സംസാരിക്കാൻ അറിയത്തുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. എത്രയോ നാഷണൽ മീഡിയ ഉണ്ട്, എത്രയോ ഇന്റർനാഷണൽ മീഡിയ അവിടെ വരുന്നു. കാരണം പാർലമെന്റ് സെഷൻ നടക്കുകയാണ്. അവരോടൊന്ന് സംസാരിക്കുവാൻ
കേരളത്തിലെ എത്ര MP-മാർക്ക് അറിയാം? CAA-യുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ചോദ്യമാണ്. കാരണം രമേശ് ചെന്നിത്തല പറയുന്നു രമേശ് ചെന്നിത്തല നല്ലൊരു MP ആയിരുന്നു, ഹി ഡിഡ് വെൽ, അദ്ദേഹം MP ആയിരുന്നപ്പോൾ നല്ലപോലെ പെർഫോം ചെയ്ത ഒരാളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നു CAA-യുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാൻ പോകുക. എൻ്റെ ചോദ്യം രമേശിനോട് കൂടെ ചോദിക്കുകയാണ്, ഇത്രയും നാളായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഈ CAA-യുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നേരിട്ട് അവരുടെ ദേശീയ നേതൃത്വം കേസ് കൊടുത്തില്ല? ചോദ്യമാണ് എൻ്റെ. ഇത് പറയുന്നത് മുഴുവനും ബ്ലണ്ടറാണ്. ഇനി അത് മാറ്റാൻ പറ്റും, കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്. കേന്ദ്രം ഇത് നടത്തും. അതാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇതിനകത്ത് സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഒരാൾ മതി, ബാക്കി കൂടുതലും കേന്ദ്ര സർക്കാർ ജീവനക്കാരാണ്. ഈ സിറ്റിസൺ, അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു കുന്തം ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റേറ്റിന് ഒരു പവർ ഇല്ല. ഇപ്പം അതിനകത്ത് ഉണ്ടാകാൻ പോകുന്ന, ഇപ്പം കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരാളെ കിട്ടി ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അവരെ തിരിച്ചയക്കുന്ന കാര്യത്തിൽ, ഡീറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ തിരിച്ചയക്കുന്ന കാര്യത്തിൽ പോലീസാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് താമസം വരുത്താം, പക്ഷെ കയറി പിടിക്കും അവൻ. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഇത് മോണിറ്റർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ പലരോടും പറയുന്നത്, അതായത് പ്രത്യേകിച്ച് ഈ ആഹ്ലാദവും ആവേശവും എക്സൈറ്റ്മെന്റും കൊണ്ട് നടക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പറയുന്നത്, നിങ്ങൾ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പഠിക്കുക. എന്തുവാ ഈ സംഭവം? എന്താണ് ഈ കോൺഗ്രസ് പാർട്ടിയും ഇന്ന് കേരളത്തിൽ മുഴുവനും അവരത് ചെയ്യും, ഇത് ചെയ്യും, മാട ചെയ്യും, കോട ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇവർ ചെയ്തത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് CAA-യുമായിട്ട് ബന്ധപ്പെട്ട്? ആ ബില്ല് വരുന്നതിന് മുമ്പ് എന്താണ് ഇവർ ചെയ്തത്? ഇതുകൂടെ മനസ്സിലാക്കണം. അതായത് ഈ ബില്ലിന്റെ കോപ്പി എല്ലായിടത്തും പോയിട്ട് ഈ കോപ്പി എല്ലാം ഈ ആക്രി കച്ചവടക്കാരന് വിറ്റു. അതാണ് ഉണ്ടായത്. കാരണം ഇത്രയും വീടിന്റെ ഒരു മൂലയ്ക്ക് ഇത്രയും ഇത് സാധനം കയറുമ്പോൾ ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റി, അതായത് ഈ ബില്ല് ഒരു പ്രാവശ്യമെങ്കിൽ പോലും തുറന്നു നോക്കിയിട്ടില്ല. ഇത് മുഴുവനും ആക്രി കച്ചവടക്കാരന് അവസാനം വിൽക്കുന്ന പണി മാത്രമാണ് കേരളത്തിലെ MP-മാർ ചെയ്തത്. ഇത് എനിക്ക് അറിയാവുന്ന വസ്തുതയാണ്, നേരിട്ട് പലരുടെയും കാര്യം. ഇതേ ഇവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇവരെവിടെയും ഇതിനെപ്പറ്റി ഇവർക്ക് അറിയത്തില്ല എന്തു കുന്തം അവിടെ നടക്കുന്നതെന്ന്. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത് പറയുക. കാരണം നിങ്ങൾ ഇപ്രാവശ്യം കബളിപ്പിക്കപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും. നിങ്ങൾ ഇവരോട് ചോദിക്കണം. നിങ്ങൾ ഏതെങ്കിലും കമ്മിറ്റിയിൽ, അത് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ട്, പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഇതിനെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പണം വാങ്ങി അവർ ഫ്ലൈ ചെയ്യുന്നതാ, പാർലമെന്റിന് പോകുന്നതല്ല. ഇതിന് പ്രത്യേക അഡീഷണൽ എക്സ്പെൻസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഗവൺമെന്റിന് ഫ്ലൈയിങ് ടിക്കറ്റ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുത്ത് അവിടെ പോയി, അതായത് പണം മേടിച്ച്, നമ്മുടെയൊക്കെ പണം മേടിച്ച് പോകുന്ന. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ, അവന്മാരെ അല്ല, ഞാൻ നിങ്ങളെ ആ പൊട്ടന്ന് വിളിക്കുന്നത്. കാരണം എൻ്റെയും നിൻ്റെയും പണം വാങ്ങി അക്കൗണ്ടബിൾ ആയിട്ട് ചെയ്യേണ്ട ജോലി നമ്മൾ അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് ചോദിക്കാനുള്ള മര്യാദയെങ്കിലും നിങ്ങൾ കാണിക്കണം ഈ ഇലക്ഷനിൽ.